വളരെ മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ബാങ്കിംഗ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. ഇൻഡസ്ഇൻഡ് ബാങ്ക് നേരിടുന്ന തുടർച്ചയായ തിരിച്ചടികൾ ബാങ്കിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പോലും അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു. ബാങ്കിൻ്റെ മാനേജ്മെൻറ്റിനെക്കുറിച്ചും ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്തിനെക്കുറിച്ചും പുറത്തുവരുന്ന ഓരോ റിപ്പോർട്ടുകളും ഇൻവെസ്റ്റേഴ്സിന് ആശങ്കയുളവാക്കുന്നതാണെങ്കിലും പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ CLSA ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗ് നിലനിർത്തിയിട്ടുണ്ട്. ബാങ്കിന് 37% അപ്സൈഡിലുള്ള ഒരു ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ബാങ്കിൻ്റെ ഫണ്ടമെൻ്റൽസും ബാങ്ക് റിക്കവർ ആകാനുള്ള സാധ്യതകളും പരിഗണിച്ചാണ് CLSA സ്റ്റോക്കിൽ പോസിറ്റീവ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡെറിവേറ്റീവ് പോർട്ട്ഫോളിയോയിലെ ചില ക്രമക്കേടുകൾ പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഹെവി സെല്ലിംഗ് ആരംഭിച്ചത്. ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് 60%-ലേറെ ഇടിയുകയും ചെയ്തു. അതിനുശേഷം ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ CEO ആയ സുമന്ത് കത്പാലിയയുടെ കാലാവധി നീട്ടാൻ ബാങ്കിൻ്റെ ബോർഡ് 3 വർഷത്തേക്ക് നീട്ടാൻ ബാങ്കിൻ്റെ ബോർഡ് അപ്രൂവൽ നൽകിയെങ്കിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ കാലാവധി 1 വർഷത്തേക്ക് മാത്രമാണ് നീട്ടിക്കൊടുത്തത്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പോലും ബാങ്കിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസിയെക്കുറിച്ച് സംശയമുള്ളത് ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റിനെ കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നു. ഈ രീതിയിൽ പുറത്തുവരുന്ന ഓരോ റിപ്പോർട്ടുകളും ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെയും ബാങ്കിൻ്റെ മാനേജ്മെൻറ്റിനെയും തന്നെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ. ഇവിടെ സുമന്ത് കത്പാലിയെ തന്നെ RBIയുടെ നിലപാടിനെക്കുറിച്ച് ഒരാശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. സുമന്ത് കത്പാലിയയ്ക്ക് ശേഷം ഏതെങ്കിലും പബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ ബാങ്കറെ കമ്പനിയുടെ CEO ആയി നിയമിക്കുകയാണെങ്കിൽ അത് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ പ്രതികൂലമായി ബാധിക്കാനും ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റിനെ കൂടുതൽ നെഗറ്റീവ് ആക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യം വരികയാണെങ്കിൽ ഷോർട്ട് ടൈമിൽ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഇനിയും സെല്ലിംഗ് പ്രഷർ പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ പ്രൊമോട്ടേഴ്സ് കൂടുതൽ ഷെയറുകൾ പ്ലഡ്ജിൽ വെച്ചിരിക്കുന്നതും ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റിനെ നെഗറ്റീവാക്കി മാറ്റുന്നുണ്ട്. ഇനി ലോങ് ടൈമിൽ ഇൻഡസ്ഇൻഡ് ബാങ്കിനെ പരിഗണിക്കാൻ CLSA പറയുന്നതിന് പിന്നിലെ പ്രധാന കാരണം ഇൻഡസ്ഇൻഡ് ബാങ്കിന് മൈക്രോ ഫിനാൻസ് സെക്ടറിൽ എക്സ്പോസർ വളരെ കൂടുതലാണ്. മൈക്രോ ഫിനാൻസ് സെക്ടറിൽ ഒരു മികച്ച റിക്കവറി വരുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബാങ്കിൻ്റെ മാർജിൻ ഇംപ്രൂവ് ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ 4 മാസത്തെ ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് എത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ റെപ്പോ റേറ്റും കുറയാൻ സാധ്യതയുണ്ട്. റെപ്പോ റേറ്റ് കുറയ്ക്കുന്നത് ബാങ്കിൻ്റെ ലിക്വിഡിറ്റിയെ സഹായിക്കുകയും ബാങ്കിൻ്റെ മാർജിൻ ഇംപ്രൂവ് ആകുന്നതിന് കാരണമാവുകയും ചെയ്യും. ഈ ഫാക്റ്റുകൾ പരിഗണിച്ചാണ് ലോങ് ടൈമിൽ CLSA ഇൻഡസ്ഇൻഡ് എന്ന ബാങ്കിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.